ഇന്ന് രാവിലെ നടന്നൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരത്ത് ആംബുലൻസിൽ കൊണ്ടുപോകുമായിരുന്ന രോഗി ആംബുലൻസിൽ നിന്നും ഓടിയ രോഗി ഓടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഈഞ്ചക്കൽ ഭാഗത്തെത്തിയപ്പോഴാണ് ഈ ആംബുലൻസിൻ്റെ ചില്ലുകൾ തകർത്ത് ഈ രോഗി പുറത്തേക്ക് ഓടിയത്. പിന്നീടാണ് ഇയാളെ ഓടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷ്ണു ഉണ്ട് വിവരങ്ങൾ നൽകാൻ. വിഷ്ണു, പേവിഷബാധ എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് ഇതിൽ പോലീസ് പറയുന്നത്? എന്താണ് സംഭവിച്ചത്? നിത, ഇത് നെയ്യാറ്റിൻകര സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചിരിക്കുന്നത്. 50 വയസ്സുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് പേവിഷബാധ എന്നുള്ള സംശയത്തിൽ തന്നെയാണ് ഈ ആംബുലൻസ് നെയ്യാറ്റിൻകരയിൽ നിന്നും ഇയാളെ കൊണ്ടുപോകുന്നത്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ ആ സമയത്താണ് തിരുവനന്തപുരത്ത് ഈ ഇഞ്ചക്കൽ എന്ന സ്ഥലത്തെത്തുമ്പോൾ ആംബുലൻസിൽ നിന്നും ഈ ചില്ലുകൾ പൊട്ടിച്ച് തകർത്ത് അതിൽ നിന്നും പുറത്തേക്ക് ചാടി ഓടിപ്പോയത്. ഈ കാണാതായ ഈ രോഗിക്കായുള്ള തിരച്ചിൽ ആ പ്രദേശത്ത് നടന്നിരുന്നു. എന്നാൽ ആ സമയം ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാവിലെ പുലർച്ചെയായിരുന്നു സംഭവം. നമ്മൾ ഈ സമയങ്ങളിലൊന്നും അടുത്തുള്ള കടകളൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ ഈ രോഗി ഇറങ്ങി ഓടുന്ന കാര്യങ്ങളൊന്നും ആരും കൃത്യമായി അറിഞ്ഞിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ആംബുലൻസിന് പിന്നാലെ തന്നെ രോഗിയുടെ ബന്ധുക്കൾ അടക്കുന്നത് വേറെ വാഹനത്തിലെത്തുകയാണ്. പക്ഷേ ഈ കൂടുതൽ അടുക്കാനുള്ള ഭയം ബന്ധുക്കൾക്കടക്കമുണ്ടായിരുന്നു. കാരണം പേവിഷബാധ ഏറ്റു എന്നുള്ള കാര്യത്തിൽ ഒരു നിഗമനമുണ്ട്. അതിന്റെ ലക്ഷണങ്ങളൊക്കെയാണ് കാണിച്ചിരുന്നത്. അങ്ങനെ ഓടിപ്പോയപ്പോഴാണ് പിന്നീട് ഈ രോഗിയെ ആശുപത്രി ആംബുലൻസിൽ നിന്ന അധികൃതർ തന്നെ അന്വേഷിച്ച് അവസാനം കണ്ടെത്തിയപ്പോൾ സമീപത്തുള്ള ഓടയിൽ കമിഴ്ന്ന് കിടന്ന് മരിച്ച് കിടക്കുന്ന ഒരു നിലയിലാണ് കണ്ടത്. അതിനുശേഷമാണ് അവിടെ നിന്നും ബോഡി മാറ്റിയത്. ഏതായാലും ഇത് പേവിഷബാധ എന്നുള്ള കാര്യത്തിൽ നിഗമനം. കാരണം ഇദ്ദേഹം ഈ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും അതിന് പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനിടയിൽ ചെറിയ രീതിയിൽ നഖം കൊണ്ട് പോറലോ അല്ലെങ്കിൽ കടിയേൽക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ടാകും. അത് പുറത്തറിഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ആ രോഗം സ്ഥിരീകരിച്ചു. അതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണത്തിനുള്ള ഒരു സാധ്യതകളെ ഉണ്ടായിരുന്നു. അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഈ സംഭവം ഉണ്ടായത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.